ഇത് നമ്മുടെ കൊട്ടാരക്കര ടെമ്പിളാണ് കേട്ടോ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലെ ചിറയാണ് ഇത് കാണുന്നത്. ഇഷ്ടംപോലെ മീൻ വളർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. മീൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ ഒരു രക്ഷ. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും ഈ അമ്പലത്തിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിലുള്ളത്. ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നല്ല ബിഗ് ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ അതുപോലത്തെ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഉണ്ട്, ഇതാണ് ചിറയിൽ കണ്ടോ മീൻ വരുന്നുണ്ടോ, എന്തോരം മീനാണ് നോക്കും. ഇഷ്ടം പോലെ മീൻ. നമ്മൾ എന്തെങ്കിലും ആഹാര സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വരും. ആഹാര സാധനം എന്ന് പറഞ്ഞാൽ അവർ തന്നെ ആഹാര സാധനം ഇട്ടിട്ടാണ്. ഏകദേശം നമ്മൾ ചെന്നപ്പോഴത്തേക്കും നടയ്ക്ക് അടച്ചു കയറുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തൊന്നും കയറിയില്ല, ജസ്റ്റ് പുറത്തേക്കടെ നടന്നിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ. എല്ലാവരും കൂടി ഞാനും വൈഫും പിന്നെ അവിടുന്ന് ആളിയനും വൈഫും പിന്നെ വൈഫിൻ്റെ അനിയത്തിയും ഹസ്ബൻഡും, അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ 3 പേരോടും കൂടിയാണ് പോയി എല്ലാ സ്ഥലങ്ങളും കണ്ട് കറങ്ങി തിരിച്ചു പോകുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ തയ്യാറാത്തതുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് നിന്ന് എടുത്തോളൂ. ഇത് ക്ഷേത്രത്തിൻ്റെ പുറ സൈഡാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൽ കൂടിയാണ് നമ്മൾ വന്ന് ഇങ്ങോട്ട് അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറി അപ്പുറം കൊണ്ടാണ് പാർക്കിംഗ്. അപ്പുറം പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോണ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ ഉള്ളവർക്കൊന്നും ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലോ. നമ്മുടെ കൊട്ടാരക്കരയുള്ള ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ മഹാദേവ ക്ഷേത്രം. ചെറിയൊരു ക്ഷേത്രമാണല്ലോ, അങ്ങനെ ഓവർ വലിയ ക്ഷേത്രമൊന്നുമല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ്ടോ, ആ കാണുന്നതാണ് ശ്രീ മഹാഗണപതി ടെമ്പിള്. അതിൻ്റെ പാർക്കിംഗ് ആണിത്. അതിൻ്റെ ചേർന്ന് തന്നെയാണ് ഈ മഹാദേവ ക്ഷേത്രം ഇരിക്കുന്നത് കേട്ടോ. മഹാദേവ ക്ഷേത്രം ചെറുതാണ്, കാണിച്ചു തരാം. ചെറിയൊരു രീതിയിലുള്ള ക്ഷേത്രമുള്ളൂ, അത്രയും വലുപ്പമുള്ളൂ. ഇതാണ് ക്ഷേത്രം. അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ എവിടെയെങ്കിലും കയറി നല്ലൊരു ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകാനായിട്ട്. ഈ കൊട്ടാരക്കര തന്നെ അടിപൊളി 2 ഹോട്ടലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് അടുക്കള, പിന്നെ ഒന്ന് നാവിലെ രുചിയും, അങ്ങനെ ഒരു പേരുള്ള ഇതാണ്. അപ്പോൾ 2 ഹോട്ടലിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കണം കേട്ടോ. കയറി കഴിഞ്ഞാൽ ഫുഡും കഴിച്ചിട്ട് അപ്പം തന്നെ പോകും, കാരണം ഒരുപാട് സമയം ആയി. ഇനിയിപ്പോൾ തന്നെയല്ല, നമുക്ക് പോണ വഴി വീണ്ടും കോട്ടയം ലുലുമാളിൽ ഒന്നുകൂടെ കയറണം. ഇതാണ് നമ്മുടെ ഗണപതി ടെമ്പിളിൻ്റെ പാർക്കിങ് കാര്യങ്ങളൊക്കെ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോ. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്.